ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് ഇപ്പം കണ്ണൂരിൽ വരുന്ന ആൾക്കാർക്ക് ചെറുതായിട്ട് ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ, ഇരുന്ന് ചായ കുടിച്ചുകൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഇരിപ്പിടം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതായത് ഇത് വരുന്നത് SN പാർക്കിൽ നിന്നും കണ്ണൂർ മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട്, അതായത് ഏകദേശം പയ്യാമ്പലം പോകുന്ന റോഡിൻ്റെ വലിയൊരു ഭാഗത്ത് സാവോയ് ബാറിൻ്റെ മുമ്പിലായിട്ടാണ് ഈ ഒരു ഇരിപ്പിടം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേക്കുറിച്ച് നമുക്ക് നമ്മുടെ മേയറും മറ്റ് കൗൺസിലർമാരും ഒക്കെ ഇതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതും അവിടുത്തെ ഉദ്ഘാടനത്തിന്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഓക്കെ. നഗര സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. കണ്ണൂരിന്റെ സ്വന്തം മേയർ നമ്മുടെ പയ്യാമ്പലത്ത് ആദ്യമായിട്ട് നഗര സൗന്ദര്യ ഒരു ഘട്ടം മാത്രമാണിത്, അതാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. നഗര സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടം വരെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കൊന്ന് നടന്ന് കാണാം. ഇവിടെ ഇത്രയും ഭാഗത്ത് നമ്മൾ നിന്നാൽ പോരല്ലോ, അപ്പൊ എല്ലാവർക്കും വൈകുന്നേരങ്ങൾ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം കൂടിയാണ്. അപ്പം ഇതിന്റെ അങ്ങ് അറ്റം വരെ ഒന്ന് എല്ലാവരും ഒന്ന് പോയി കണ്ട് തിരിച്ചു വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. എല്ലാ സായന്ത്രങ്ങളിലും നമുക്ക് ഒത്തുകൂടാനും ഇതുപോലെ ഒന്ന് കാറ്റ് കൊള്ളാനും ഒക്കെ പറ്റിയ ഒരു ഏരിയ ആണ് നമുക്ക് കോർപ്പറേഷനിൽ നമ്മുടെ സ്വന്തം മേയർ നമുക്ക് തന്നിരിക്കുന്നത്. പണ്ടൊക്കെ ആയിരുന്നു നമുക്ക് ഇതുപോലെയുള്ള ആൽമര ചുവട്ടിലിരുന്ന് ചായ കുടിക്കാനും വഴിയെ പോകുന്ന ആൾക്കാരെ ഒന്ന് നോക്കാനും കമന്റ് അടിക്കാനും കമന്റ് കിട്ടാനും ഒക്കെ നമുക്ക് സ്പേസ് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളെ ലൈഫ് ഫാസ്റ്റ് ആയപ്പോൾ നമുക്ക് ഒന്നിനും സ്പേസ് ഇല്ല, നമുക്ക് ഇരിക്കാൻ സ്ഥലമില്ല, ഫ്ലാറ്റ് കൊണ്ട് നിറഞ്ഞു, വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞു. അപ്പൊ നമുക്ക് സംസാരിക്കാൻ മൊബൈൽ ഉള്ളത് കൊണ്ട് ആരും മുഖത്തോട്ട് നോക്കാറില്ല. എല്ലാവരുടെയും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും മൊബൈലിൽ നോക്കിയിട്ടുണ്ടാവും. അപ്പൊ കയ്യിരിക്കുന്ന മൊബൈലൊക്കെ പോക്കറ്റിലും ബാഗിലും ഇടണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കുറച്ചു നേരം നമുക്ക് മുഖത്ത് നോക്കി സംസാരിക്കാം, അല്ലേ? അതല്ലേ നല്ലത്? കുറച്ചൊന്ന് കണ്ണിനൊന്ന് ആയാസം കൊടുത്തിട്ട് നമുക്ക് മുഖത്ത് നോക്കി നല്ല കാറ്റെല്ലാം കൊണ്ട് അതിന് പറ്റിയ ഒരു സ്ഥലമാണ് മേയർ നമുക്ക് തന്നിരിക്കുന്നത്. ഒരു ആൽമര ചോട്ടിൽ നല്ല തണുത്ത കാറ്റേറ്റ്, കടൽക്കാറ്റേറ്റ്, പെട്ടെന്നൊരു ചായ കുടിക്കണമെന്ന് തോന്നി അടുത്ത് തന്നെ ഒരു ചായക്കടയുണ്ട്. ചായയും കുടിച്ച് 2 വർത്താനമൊക്കെ പറഞ്ഞ് അതിമനോഹരമായിട്ട് ആൾക്കാരും നമ്മുടെ സൗഹൃദങ്ങൾ കുറച്ചും കൂടി ഒന്ന് വളർത്താൻ പറ്റിയ ഒരു സ്ഥലവും സൗകര്യവും ഒക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇനി ഇവിടെ നമുക്ക് കുറച്ച് ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ച് നിറച്ച് പൂക്കളൊക്കെ ആക്കി അതിമനോഹരമാക്കി തീർക്കണം. ഇതെല്ലാം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, പക്ഷെ ഇതെല്ലാം നന്നായിട്ട് നോക്കേണ്ട ചുമതല നമ്മൾ ഓരോരുത്തരുടേതുമാണ്. ഇന്നിവിടെ ഈ ഉദ്ഘാടനം കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് പോയിട്ട് ഒരാഴ്ച കഴിയുമ്പം ഈ ചെടികളെല്ലാം ഉണങ്ങി നിൽക്കുന്നത് കാണാം. ഇവിടെ ഫുൾ മാലിന്യങ്ങളും വേസ്റ്റ് കൂമ്പാരങ്ങളും കഴിച്ചതിൻ്റെ വേസ്റ്റും എല്ലാം ഇവിടെ ഇട്ടിരിക്കുന്നതൊക്കെ കാണാം. ഇതിന് ഉത്തരവാദി മേയറിനോട് പോയി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരും ഇതുവഴി പാസ് ചെയ്തു പോകുന്ന ഓരോ ആൾക്കാരുമാണ്. അപ്പം എന്ത് കാര്യം നമ്മുടെ മേയർ നമുക്ക് തന്നാലും, അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി തന്നാലും, മുഖ്യമന്ത്രി തന്നാലും, ആര് നമുക്ക് തന്നാലും അത് സേവ് ചെയ്ത് നോക്കുക, സംരക്ഷിക്കുക എന്നുള്ള ചുമതല നമുക്ക് മാത്രമുള്ളതാണ്. അപ്പോൾ ഇവിടെ വേസ്റ്റ് കൂടിയിട്ട് അയ്യോ ഇവിടെ വേസ്റ്റ് ആണ്, മേയർക്ക് കംപ്ലൈൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വേസ്റ്റ് ഇടുന്നത് നമ്മളാണ്. അപ്പോൾ ഈ ഉദ്ഘാടനം ഇന്നിവിടെ നടക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഓർത്തിരിക്കേണ്ടത് ഇതെങ്ങനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാം, ഇതെങ്ങനെ നല്ല വൃത്തിയിൽ നമുക്ക് സൂക്ഷിക്കാം, ഇതിനെക്കാട്ടി കൂടുതൽ നമുക്ക് നമ്മുടെ നഗരം നല്ല ശുചിയായി സൗന്ദര്യവൽക്കരണ പദ്ധതിയിലേക്ക് കൊണ്ടുപോവാം എന്നാണ് ചിന്തിക്കേണ്ടത്. കൂടുതൽ സംസാരിക്കുന്നില്ല. സ്വാഗത പ്രസംഗത്തിനായി സ്വാഗതം ചെയ്യുന്നു ശ്രീമതി ഷമീമ ടീച്ചർ, ചെയർപേഴ്സൺ നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, നഗര സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായുള്ള ഏറ്റവും നല്ല ഒരു പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മത്തിനാണ് പ്രിയമുള്ളവരെ നാം ഏവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, നഗരസഭയുടേതാവട്ടെ ഒരു കോർപ്പറേഷൻ്റെതാവട്ടെ അവരുടെ ഭരണ മികവ് ഏവരും ദർശിക്കുന്നതും വിലയിരുത്തുന്നതും നഗരത്തിൻ്റെ സൗന്ദര്യം നോക്കിയിട്ടാണ് എന്ന് കണ്ണൂർ പട്ടണം സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഒരു ഭാഗമാണ് ഉദ്ഘാടനം. അല്ലേ മേയറെ? കണ്ണൂർ പട്ടണം
കേരളത്തിലെ ഏറ്റവും വലിയ നല്ല സൗന്ദര്യമുള്ള പട്ടണമാക്കി മാറ്റും. മേയറെ അതേ സൗന്ദര്യത്തിൽ നല്ല രീതിയിൽ നമ്മുടെ പട്ടണവും നല്ല സൗന്ദര്യമാക്കി കൊണ്ടുവരും അല്ലേ, കൊണ്ടുവരും. കണ്ണൂർ പട്ടണം മാത്രമല്ല, കണ്ണൂരിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ മുഴുവനും സൗന്ദര്യവൽക്കരിക്കാനാണ് നമ്മൾ ഈ ബജറ്റിൽ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ കേരളത്തെ ഏറ്റവും നല്ല കോർപ്പറേഷനാകാൻ ഈ ഒരു കാലയളവിൽ നമ്മുടെ ഭരണസമിതിക്കാകും എന്ന പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷക്കൊത്തുയരാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന വേണ്ടി ആദരണീയനായ മേയറോട് അഭ്യർത്ഥിക്കുന്നു. ഈ ഒരു ചടങ്ങിൻ്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ ഏറെ ബഹുമാന്യനായിട്ടുള്ള ഡെപ്യൂട്ടി മേയർ താഹിർ, ഒപ്പം എന്തിനും ഏതിനും കൂടെ നിന്നിട്ടുള്ള എൻ്റെ പയ്യാമ്പലത്തെ പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പയ്യാമ്പലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഇത് കണ്ണൂർ കോർപ്പറേഷനിൽ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് എല്ലാ ഡിവിഷനിലും, അന്ന് ഞാൻ ഡെപ്യൂട്ടി മേയറായിരിക്കുന്ന സമയത്ത് പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ്. ഓരോ 56 ഡിവിഷനിലും ഒരു നിശ്ചിത തുക മാറ്റി വെച്ചുകൊണ്ട് അവരുടെ ഏതെങ്കിലും ഒരു റോഡ് സൗന്ദര്യവൽക്കരണം നടത്തണം എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ജയസൂര്യേട്ടനായിരുന്നു ഈ ഡിവിഷനിലെ കൗൺസിലർ. ജയസൂര്യേട്ടനായിരുന്നു ഈ ഒരു പ്രദേശം എപ്പോഴും ഇവിടെ വലിയ ലോറികൾ വന്ന് പാർക്ക് ചെയ്യുക, മറ്റ് അന്യസംസ്ഥാനത്തിലുള്ള ആളുകൾ വന്ന് താമസിച്ച് വൃത്തികേടാക്കുക, ഇങ്ങനെ ഈ പ്രദേശം നല്ല ഒരു വീതിയുള്ള ഒരു റോഡ് ഉൾപ്പെടെയുള്ള പ്രദേശമായിരുന്നു. അവിടെ വളരെ മലീമസമായി കിടക്കുന്നത് കണ്ടപ്പോൾ അന്ന് ജയസൂര്യേട്ടനോട് ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടാണ് ഈ ഒരു പ്രദേശം നമുക്ക് മനോഹരമാക്കി വൃത്തിയാക്കി വെച്ചാൽ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് സന്ധ്യാസമയത്തെങ്കിലും വന്നിരുന്ന് ഒന്ന് ഇവിടെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ ഒന്ന് കുശലം പറയാനും ഒന്ന് മൊബൈൽ ഫോണൊക്കെ മാറ്റി വെച്ച് ഒന്ന് പരസ്പരം സംസാരിക്കാനും ഒക്കെ പറ്റിയ ഒരു നല്ല അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ ഈ ഒരു സ്ഥലം നമുക്ക് അതിനു വേണ്ടി എടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജയസൂര്യേട്ടൻ അന്ന് നമ്മുടെ വാർഡിലെ പദ്ധതിയാണ്, നമ്മളെ ഓരോ ഡിവിഷനിലും അനുവദിച്ച പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണിത്. പക്ഷെ ഒരുപക്ഷെ അന്ന് നമ്മൾ ഇതിന് മാറ്റിവെച്ചിട്ടുള്ളത് 25 ലക്ഷം രൂപയായിരുന്നു. ആ ഒരു 25 ലക്ഷം രൂപ ഇതിന് മതിയാവില്ല എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റിവിഷൻ ഉൾപ്പെടെ നടത്തി. ഇനിയും കുറച്ച് പണി കൂടി ബാക്കിയുണ്ട്. എന്തായാലും അതിൻ്റെ ഒരു പൂർത്തീകരണം നടത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ നല്ല 87 ചെടിച്ചട്ടികൾ വെക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലം ഞങ്ങളിവിടെ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ചുകൂടി മനോഹരമായി വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ നമുക്ക് മനോഹാരിത നൽകും ഈ പ്രദേശത്തിന്. എന്തായാലും എല്ലാവർക്കും വന്നിരിക്കാനും ആസ്വദിക്കാനും പറ്റിയ ഒരു സന്ധ്യാസമയത്ത് വന്നിരിക്കാൻ പറ്റിയ ഒരു ഇടമാണ് ഇത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇനി ഇവിടെ ഇത് സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. നമ്മൾ എന്തോ ഒരു പദ്ധതി നടപ്പിലാക്കിയാലും അത് മെയിൻറ്റെയിൻ ചെയ്തു പോവുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അതാണ് നമ്മൾക്ക് എപ്പോഴും പരാജയം എന്ന് പറയുന്നത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഈ സ്ഥലത്തിൻ്റെ ഉത്തരവാദിത്തം ഇവിടെയുള്ള ആളുകൾ, ഇവിടെയുള്ള ഒരു ചെറിയ ചായക്കടയുണ്ട്, അവരും അതുപോലെ അപ്പുറത്തുള്ള ഷോപ്പുകാരും വീട്ടുകാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ചെടിക്ക് വെള്ളം നനയ്ക്കാം എന്നൊക്കെ ഏറ്റിട്ടുണ്ട്. എന്തായാലും ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ എല്ലാ ഡിവിഷനിലും ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് നമ്മുടെ നഗരത്തിൻ്റെ പല പ്രദേശങ്ങളിലും ഇതുപോലുള്ള, ഇവിടെ നേരത്തെ സ്വാഗത ഭാഷയ്ക്കൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി, ഒരു നഗരത്തിലേക്ക് മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ കടന്നു വരുമ്പോൾ ആ സ്ഥലത്തിൻ്റെ ഭംഗി, എല്ലാവരും സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ അത് കുറച്ച് വൃത്തിയും വെടുപ്പോടുകൂടി കാണണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനോടൊരു സ്നേഹവും ബഹുമാനവും ആ പ്രദേശത്തേക്ക് മനോഹരമായിട്ടുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഇനി അങ്ങോട്ടും നമ്മുടെ ഈ പ്രദേശത്തിൻ്റെയും പയ്യാമ്പലത്തിൻ്റെ മാത്രമല്ല 56 ഡിവിഷനിലും നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനവുമായിട്ട് തന്നെയാണ് കോർപ്പറേഷൻ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂടുതലായി ഒന്നും ഞാൻ മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയുന്നില്ല. നമ്മുടെ കണ്ണൂർ കോർപ്പറേഷൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വികസന പ്രവർത്തനം എത്തിക്കുക, അതോടൊപ്പം തന്നെ ജനക്ഷേമകരമായിട്ടുള്ള ഒട്ടനവധി പദ്ധതികൾ നമ്മൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. ആ പദ്ധതികളൊക്കെ നടപ്പിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടി ഇവിടുത്തെ ഓരോരുത്തരുടെയും ഓരോ ആളുകളുടെയും സഹായ സഹകരണം ആവശ്യമാണ്. അത് ഉണ്ടാവണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോരുത്തരെയും സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട്
ഈ ഒരു ചടങ്ങ്, മനോഹരമായിട്ടുള്ള ചടങ്ങ്, അത് എൻ്റെ ഡിവിഷനിൽ കൂടി ആവുമ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരം തന്നെയാണ്. അവിടുത്തെ കൗൺസിലർമാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവർ വിചാരിക്കും മേയറുടെ ഭാഗത്ത് മാത്രം പറയുന്നതെന്ന് വിചാരിക്കേണ്ട. ഏഴര ബീച്ച്, കടലായി ബീച്ച്, എല്ലാം ബീച്ച് സൈഡൊക്കെ വാരം, അതാ നമ്മുടെ ഡെപ്യൂട്ടി മേയർ പറയുന്നു വാരം കടൽ ബീച്ച് ഇല്ല, പുഴയോരുണ്ട്, സമ്മതിച്ചു. അപ്പോൾ ആ പുഴയോരും ഒക്കെ നമ്മൾ മനോഹരമാക്കി എല്ലാം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുക. കണ്ണൂർ കോർപ്പറേഷനിലെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള നല്ല നല്ല പദ്ധതികൾ ഞങ്ങൾ കൊണ്ടുവരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്. അടുത്തതായി നമ്മുടെയൊക്കെ പ്രിയങ്കരനായ എല്ലാവരും സ്നേഹത്തോടെ ജയസൂര്യേട്ട എന്ന് വിളിക്കുന്ന നമ്മുടെ മുൻ കൗൺസിലറായ ജയസൂര്യേട്ടനെ നന്ദി പറയുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. ഈ ഉദ്ഘാടനം ചെയ്ത ആദ്യത്തെ മേയർ, ഡെപ്യൂട്ടി മേയർ, സ്റ്റാൻഡിംഗ് ചെയർമാൻമാർ, ഇവിടെ കൂടി എൻ്റെ നാട്ടുകാർ എല്ലാവർക്കും കൂടി ഒറ്റ വാക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയിക്കുന്നു. മേയർ പറഞ്ഞു ഇനി ഇവിടെ മണ്ണൊക്കെ മാറ്റി കുറച്ചുകൂടെ പുല്ലൊക്കെ വെച്ച് പിടിപ്പിക്കും, ചെടികളൊക്കെ ആകും എന്ന് പറയുന്നുണ്ട്. അത് മരത്തിൻ്റെ മേലെ അത് നല്ല ലൈറ്റും കൂടെ ആക്കിയാൽ രാത്രി കാലങ്ങളിൽ സന്ധ്യ കഴിയുമ്പോൾ നല്ല ഭംഗിയോടെ കൂടെ എല്ലാവരും വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥലമായി ഈ സ്ഥലം മാറും എന്നുള്ളതിലൊന്നും സംശയമൊന്നുമില്ല. ഒരു 5 മണിക്ക് ശേഷം പയ്യാമ്പലത്തേക്ക് വരുന്നവർക്കും അതുപോലെ പ്രത്യേകിച്ച് സവോയി ഹോട്ടലിൽ പോകുന്നവർക്കും ഒക്കെ രണ്ടടിച്ച് ഇവിടെ വന്നിരുന്ന് മര്യാദയ്ക്ക് സംവദിക്കാനുള്ള ഒരു സ്ഥലം കൂടിയായി മാറും. എന്തായാലും നല്ലൊരു അന്തരീക്ഷം, കാറ്റും വെളിച്ചവും ഒക്കെ ആകുമ്പോൾ അതിൻ്റെ കൂടെ നല്ല ലൈറ്റും എല്ലാം കാണുമ്പോൾ വൈകുന്നേരങ്ങളിൽ നല്ല വിശ്രമിക്കാനുള്ള സ്ഥലമായി ഈ ഒരു ഒരുക്കിയതിൽ പ്രത്യേകിച്ച് ജയസൂര്യേട്ടനും അതുപോലെ നമ്മുടെ ബഹുമാനിയായ മേയർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ എല്ലാ ഡിവിഷനുകളിലും ഇതേപോലെയുള്ള സ്ഥലം കണ്ടെത്തി നമുക്ക് ചെയ്യണം. ഇതുപോലെ സൗന്ദര്യവൽക്കരണത്തോടു കൂടി ചെയ്യണം. നമ്മുടെ നാടിൻ്റെ മുഖം മാറുന്ന രീതിയിലേക്ക് വളർത്താൻ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ സംരംഭം പ്രചോദനമാവട്ടെ എന്നും കൂടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്. എന്തായാലും നമ്മുടെ പയ്യാമ്പലം നിവാസികൾ മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു പോകുന്നുണ്ട്. അവർക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റിയൊരു പ്ലേസ് കൂടിയാണ്. അപ്പൊ ഇന്ന് വൈകുന്നേരം നല്ല പാട്ടെല്ലാം കേട്ട് ചായ എല്ലാം കുടിച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിരിക്കാനുള്ള അവസരം കൂടി നമുക്ക് മേയർ തന്നിട്ടുണ്ട്. ഒരു ഗാനമേള ഇന്ന് വൈകുന്നേരം ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ അതും കൂടി അറ്റൻഡ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.